ഗൈസ്, എൻ്റെ നാട്ടിൽ ഇന്ന് അമ്പലത്തിൽ പരിപാടിയാണ്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇനാഗ്രേഷൻ ചെയ്ത് നമ്മളെ പള്ളിയിൽ ഖത്തീബാണ്. അതാ ഇത് ഖത്തീബ് ഉസ്താദ് ഇപ്പോൾ പ്രസംഗിക്കുന്നുള്ള പരിപാടി അമ്പലത്തിലാണ്. അതാണ് നമ്മുടെ നാട്ടിൻ്റെ പ്രത്യേകത. ഇത് നമ്മുടെ നാട്ടിൽ സ്ഥിരമാണ്, പണ്ടേ ഉള്ള കാഴ്ചയാണ്. അമ്പലത്തിൽ പരിപാടി നടക്കുകയാണെങ്കിൽ പിന്നെ നമ്മളെ നാട്ടുകാരെല്ലാം ഒന്നിച്ചു കൂടലും, അതേപോലെ തന്നെ പള്ളിയിലുള്ള പരിപാടി നബിദിന പരിപാടിക്കെല്ലാം എല്ലാവരും കൂടലും നാട്ടുകാരാണ് കൂടൽ. നമുക്ക് എന്തായാലും അടുത്ത കുറച്ച് വിഷ്വൽസ് എല്ലാം കാണാം. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് അതാണ്. എല്ലാ മറ്റേ മതങ്ങള് ശാന്തിയും സമാധാനത്തിനും മാത്രമാണ് ഇവിടെ പഠിപ്പിക്കുന്നതും. അവർ നേരത്തെ നമ്മുടെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ സർവജനാംഗോ സുഖീഭവ, മതം പറയുന്നത് അതല്ലേ. എല്ലാവരും ഇവിടെ സുഖസമൃദ്ധരായി ജീവിക്കണം. മതത്തെ പുൽകി ജീവിക്കുന്നവൻ, മതത്തിന്റെ ആശയാദർശങ്ങളെ ജീവിതത്തിൽ പുൽകുന്നവൻ ശരിക്കും നമ്മളാരാ? ഈ ഇരിക്കുന്ന നിങ്ങളും നമ്മളാരാ? നമ്മുടെ മതത്തിന്റെ പേരിൽ ചേരിതിരിയുമ്പോ, പരസ്പരം വാക്പോരുകൾ നടത്തുമ്പോ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, നമ്മളെ നമുക്ക് മനസ്സിലായിട്ടില്ല. ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹന്നാസ്, ഓ വിശ്വാസികളെ, ഓ മുഅ്മിനീങ്ങളെ എന്നല്ല പറഞ്ഞത്, ഓ ജനങ്ങളെ, എന്നെയും നിങ്ങളെയും കുറിച്ച് അഭിസംബോധനം ചെയ്തുകൊണ്ട് ഖാലിഖായ സൃഷ്ടാവായ ദൈവം തമ്പുരാൻ പറയുകയാണ്, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിശ്ചയം നിങ്ങളെയൊക്കെ ഞങ്ങൾ പടച്ചത് ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. നമ്മളൊക്കെയും ഒരു മാതാവിന്റെയും ഒരു പിതാവിന്റെയും പ്രിയപ്പെട്ട മക്കളാണ്. ആ പ്രിയപ്പെട്ട മക്കളായി നമ്മൾ ജീവിക്കുമ്പോൾ നിങ്ങളെ പല ഗോത്രങ്ങളാക്കി, നിങ്ങളെ പല വ്യത്യസ്തപ്പെട്ട പാർട്ടികളാക്കി. എന്തിനു? കേവലം പരസ്പരം നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒരേ മാതാവിന്റെയും ഒരേ പിതാവിന്റെയും മക്കളാണ് എന്ന് പറയുമ്പോ അവിടെ ഹൈന്ദവനെന്നോ ക്രിസ്ത്യാനിയെന്നോ ബൗദ്ധനെന്നോ പാർസിയെന്നോ മുസ്ലിമെന്നോ അമുസ്ലിമെന്നുള്ള ചേർതിരിവില്ലാതെ ഖാലിഖായ ദൈവം തമ്പുരാൻ അങ്ങനെ പറയുമ്പോ നമ്മൾ ആലോചിക്കണം. ശ്ലോകങ്ങൾ പോലും പറയുന്നത് അതല്ലേ, നമ്മള് ഒരേ കുടുംബമാണ്, നമ്മൾ ഒരേ കുടുംബമാണ്. ഇത് ആലോചിച്ചവനിക്ക് എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ വർഗീയത പറയാൻ തോന്നുക? ഞങ്ങൾക്ക് വെള്ളം എടുത്തോടാം. കുറച്ചിട്ട് വെള്ളം നീയോ? എനിക്കൊരു കൈ ഈ സൈഡ് വെച്ചു. അത് ചുക്കാപ്പി